നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ICC ഭീഷണിക്ക് പാകിസ്ഥാൻ വഴങ്ങിയതോടെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാവുകയാണ് പ്രേമദാസ സ്റ്റേഡിയം. ഞായറാഴ്ച തീപാർന്ന പോരാട്ടമാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കും ഒപ്പം മറ്റ് ചില രാജ്യങ്ങളുടെ കൂടി നിർദ്ദേശം കണക്കിലെടുത്താണ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഉപരോധങ്ങൾ അടക്കം വരുമെന്നുള്ള ICC വലിയ ഭീഷണി തന്നെയാണ് പാകിസ്ഥാനെ മഞ്ഞുരുകലിന് കാരണം. ഏതായാലും അന്തിമ തീരുമാനമൊക്കെ വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ചും ICC അതിൽ തീരുമാനമൊക്കെ അറിയിക്കാനുണ്ട്. ഒപ്പം ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടടക്കം പുതിയ അന്വേഷണം നടക്കുകയാണ്. പുതിയ സംഘത്തെ അന്വേഷണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ലോക്സഭയിലേക്ക് പോയാൽ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തിന് എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്നുള്ളത് പ്രതിപക്ഷം ഇന്ന് തീരുമാനിക്കാനിരിക്കുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. അതിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ട്. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിൽ അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. നേതൃത്വം നൽകുക വിജിലൻസ് SP. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. N. വാസുവിന്റെ ജാമ്യഹർജി കൊല്ലം കോടതിയിൽ. രുദ്രം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകണമോ എന്നതിൽ പ്രതിപക്ഷം തീരുമാനമെടുക്കുമെന്ന്. ബജറ്റ് ചർച്ച തുടങ്ങും മുമ്പ് രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷം. നോട്ടീസ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തൃണമൂൽ കോൺഗ്രസ്. വിവാദമായ എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചിട്ടും മൗനം തുടരുന്നതിൽ കടുത്ത പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് നേതൃത്വം നൽകും. തെരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്ന സംസ്ഥാനം. നാടെങ്ങും മുന്നണി ജാഥകൾ. VD സതീശന്റെ പുതുയുഗ യാത്ര ഇന്ന് വയനാട്ടിൽ. MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ മലപ്പുറത്ത്. ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ യാത്രാ ജാഥ ഇടുക്കി ജില്ലയിൽ പര്യടനം തുടരും. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല ജനമുന്നേറ്റ യാത്ര കൊല്ലം ജില്ലയിൽ തുടരും. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. വെള്ളം നൽകാതെ കർഷകരെ ദുരിതത്തിലാക്കിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധം. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം ഫെബ്രുവരി 15 തന്നെ. PCBക്ക് നിർദ്ദേശം നൽകി പാകിസ്ഥാൻ. ബംഗ്ലാദേശിനെതിരെ നടപടി ഉണ്ടാകില്ലെങ്കിലും ലാഭവിഹിതത്തിൽ കുറവ് വരുത്തില്ലെന്ന് ICC. ശബരിമല കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കുന്നതിനുള്ള വിജിലൻസ് സംഘത്തെ ഇന്ന് നിശ്ചയിക്കും. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. 2017 കൊടിമര നിർമ്മാണത്തിന് ശേഖരിച്ച സ്വർണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നു. കേസെടുക്കണമെങ്കിൽ തുടർ നടപടികൾ ആകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. രജിത് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. രജിത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു അന്വേഷണ സംഘം കൂടി വരികയാണ് വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. വിവരങ്ങൾ. അഖില, 2017 കൊടിമരത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പുനഃപ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഇപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് വിജിലൻസ് വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 2017 ഈ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഫീനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് 3.2 കോടി രൂപ ഇതിനായിട്ട് സ്പോൺസർ ചെയ്തിരുന്നു. ഇതിൽ ബാക്കി വന്ന 16 ലക്ഷം രൂപ ഈ ഫീനിക്സ് ഗ്രൂപ്പ് തന്നെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ഒരു ജുവലറിയും അതുപോലെ തന്നെ ഒരു ചലച്ചിത്ര താരവും ഈ സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് അല്ല കൊടിമരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുക നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണമടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ഇല്ല എന്നതാണ്. രസീതും നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിവാദമായി തന്നെ പുറത്തു വരികയും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് രസീത് നൽകണമെങ്കിൽ 3A പ്രകാരം ദേവസ്വം ബോർഡിൻ്റെ
മാനുവൽ പ്രകാരം 3A പ്രകാരമുള്ള രസീതാണ് നൽകേണ്ടത്. ഈ രസീത് നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെയും നടന്നിട്ടുള്ളത്. ആ രേഖ അങ്ങനെയെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ രേഖകളടക്കം വിജിലൻസിനെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എല്ലാ രേഖകളും ആ സമയത്തെ കൂടി എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം ഇതിൽ എന്ത് തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. അത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതിയൊരു അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയമിക്കേണ്ടതുണ്ട്. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ നിയമിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ നിലവിൽ ഇപ്പോൾ ഈ രേഖകളൊക്കെയും ഉള്ളത് SIT-യുടെ കൈവശമാണ്. SIT-യുടെ കൈവശമുള്ള രേഖകളൊക്കെയും ഈ അന്വേഷണ സംഘത്തിന് ഇനിയിപ്പോൾ കൈമാറേണ്ടി വരും. ആ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സംഘത്തെ ഇന്ന് തന്നെ നിയമിക്കും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപ്രകാരം ഇന്ന് തന്നെ SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയമിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണ സംഘത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. SIT അതേ സംബന്ധിച്ച് നേരത്തെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അന്വേഷണ സംഘം അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അക്കാര്യത്തിലടക്കം കൂടുതൽ പരിശോധനകളുടെ അടക്കം SIT സംഘം നീങ്ങുന്നുണ്ട്. 12-ാം തീയതി ശബരിമലയിലടക്കം പരിശോധന നടത്താൻ ഉത്തരവ് ഹൈക്കോടതി അനുമതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ശരി സുധീഷ്, രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇനി വിജിലൻസ് ശേഖരിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെയും N വാസുവിന്റെയും ജാമ്യഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം കേൾക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജിയിൽ പ്രതിഭാഗം വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ ജാമ്യഹർജിയിൽ വിധി പറയും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ സ്വാഭാവിക ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കുന്നത്. സുധീഷ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സുധീഷ്, ഈ തന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഒഴിവാക്കാനാകില്ല, തന്ത്രിക്ക് ഇതിൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യത വളരെ കുറവായിരിക്കും. അതേസമയം N വാസുവിനെ സംബന്ധിച്ചാണെങ്കിൽ 90 ദിവസം പൂർത്തിയായിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടുവല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തന്ത്രി ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള ജാമ്യ ഹർജിയിൽ സ്വാഭാവിക ജാമ്യ ഹർജിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോടതിയുടെ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ജാമ്യം ലഭിക്കുക അതൊരു ആ കാര്യത്തിലേക്ക് കടക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കും. ഈ കാര്യങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം വാദം കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ പൂർത്തിയായത്. തന്ത്രിക്ക് ഈ കാര്യങ്ങളിലൊന്നും തന്നെ ആചാരപരമായ കാര്യങ്ങൾ അല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ബന്ധമില്ല എന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ SIT കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങളിൽ, അതായത് ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചില ബന്ധങ്ങൾ അത് ഇദ്ദേഹത്തിന് ചില തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ പല ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SIT-യുടെ ആവശ്യം തന്ത്രിക്ക് ജാമ്യം നിഷേധിക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വാദം, തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം ഇന്നുണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം കേൾക്കുക. അതേസമയം N വാസുവിന്റെ കാര്യത്തിലാകട്ടെ 90 ദിവസം കഴിഞ്ഞു ജാമ്യ ഹർജി. 90 ദിവസം ജാമ്യ ഹർജി കിട്ടുന്നതിന് വേണ്ടി റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിന് ശേഷം SIT സംഘം അതായത് ഒരു ഈ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് N വാസു സ്വാഭാവിക ജാമ്യ ഹർജിക്കായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അത് കട്ടിളപ്പാളി കേസിലാണ്. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് വാസു പുറത്തിറങ്ങുകയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ സ്വാഭാവിക ജാമ്യത്തിലൂടെ പുറത്തിറങ്ങുന്ന പ്രതികളുടെ എണ്ണം 5 ആകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് SIT ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ കോടതിക്ക് അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ N വാസുവിന്റെ കാര്യത്തിലുള്ളത്. N വാസുവിന്റെ ഈ കട്ടളപ്പാളി കേസിൽ പ്രതിയായിട്ടുള്ള N വാസുവിന്റെ കാര്യത്തിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദഗതികൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ തന്ത്രിയുടെ സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം തുടരും. ഒരുപക്ഷെ അത് മാറ്റിവെക്കാനുള്ള, അതായത് വിധി പറയാൻ മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷേ N വാസുവിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. 2 കേസുകളിലും ജാമ്യം തേടി ഗോവർദ്ധൻ ഹർജി നൽകിയിട്ടുണ്ട്. അപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. തട്ടിയെടുത്ത സ്വർണ്ണം വാങ്ങിയെന്ന് ആരോപിച്ചാണ് ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് ഇങ്ങനെ പ്രക്ഷുബ്ധമായി തുടരുകയാണ്. ആദ്യ ദിവസം മുതൽ തുടങ്ങിയ ആ ഒരു പ്രശ്നം ഇനിയും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്തുകയാണ്. ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് തീരുമാനമെടുക്കാനിരിക്കുകയാണ്. സ്പീക്കർക്കെതിരായ നോട്ടീസിൽ തൃണമൂൽ കോൺഗ്രസ് എന്നാൽ ഒപ്പുവെച്ചിട്ടില്ല. സമവായത്തിന് ശ്രമിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായം. അതേസമയം ബജറ്റ് ചർച്ച തുടങ്ങും മുമ്പ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അവിശ്വാസ പ്രമേയത്തിൽ സ്പീക്കറുടെ നിലപാടറിഞ്ഞ ശേഷം തീരുമാനം എടുക്കും. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി എംപിമാരുടെ ഒപ്പുശേഖരണം നേരത്തെ ആരംഭിച്ചിരുന്നു. വിവാദമായ എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതിലും പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതി വളയും. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി. ഉച്ചയ്ക്ക് 1 മണിക്ക് ജന്തർ മന്ദിറിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിക്കുക. അമേരിക്കൻ കുടീശ്വരനായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രധാനമന്ത്രിയുടെ പേര് വന്നത് വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് വഴി തുറന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുകയാണ്. വെള്ളം നൽകാതെ കർഷകരെ ദുരിതത്തിലാക്കിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുക എന്ന് കർഷകർ പറയുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറംചാലിൽ വെള്ളമെത്തിയിട്ടില്ല. ചാലുകൾ വറ്റി വരണ്ടു തുടങ്ങി. വെള്ളമില്ലാതായതോടെ നെല്ലിൽ പുളി കയറി കരിഞ്ഞു തുടങ്ങിയതായി കർഷകർ പറയുന്നു. ജനുവരി 22 ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ ദിനദിനമായിട്ട് KLDC ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പാടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കർഷക സംഘം സെക്രട്ടറി K. രാകേഷ് പറയുന്നു. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിന്റെ ടീമോ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് കർഷക സംഘം. കാരണം ഇറിഗേഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവാണ്. കർഷകർ വെള്ളം കിട്ടാതെ വലിയുന്ന അവസ്ഥയിലും ചിലയിടത്ത് കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ താറാവ് കൃഷിക്കായി ഇറിഗേഷൻ അധികൃതരുടെ ഒത്താശയിൽ പാടത്ത് വെള്ളം നിറച്ചു കൊടുക്കുന്ന പ്രവണതയുണ്ടെന്നും ആക്ഷേപമുണ്ട്. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാവുക.
ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. അമൃത ന്യൂസ്, തൃശൂർ. ഗോത്രവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെ മണിപ്പൂരിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. സംഘർഷബാധിത മേഖലകളിൽ വൻ സൈനിക വിന്യാസമാണ് നടത്തിയിട്ടുള്ളത്. 2 ദിവസമായി കലാപം തുടരുന്ന ഉഖ്രുൽ ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം ലിത്താൻ ഗ്രാമത്തിൽ തക്കുൽ നാഗ കുക്കി സമുദായങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 50ഓളം വീടുകൾ കലാപത്തിൽ കത്തിനശിച്ചു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ തല ഇടപെടൽ തുടരുകയാണ്. ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളെ ഉൾപ്പെടുത്തി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം തുടരുന്നത്. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ നിർണായക വിധി ഇന്ന്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി മാറ്റുകയായിരുന്നു. യുവതിയുടെ മാനസിക പീഡനവും ഭീഷണിയുമാണ് ദീപകിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ച അന്വേഷണ സംഘം ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. ദീപകിന്റെ മരണത്തിൽ കുടുംബം നൽകിയ പരാതിയിലാണ് ഷിംജിതയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം ഒരു ജനമനസ്സറിയാൻ വേണ്ടിയുള്ള യാത്രകളുമൊക്കെ തുടരുകയാണ്. ഇപ്പോൾ പാർട്ടി അനുവദിച്ചാൽ വീണ്ടും പെരിന്തൽമണ്ണയിൽ തന്നെ മത്സരിക്കുമെന്ന് നജീബ് കാന്തപുരം MLA. UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്നും നജീബ് കാന്തപുരം അമൃത വാർത്തയോട് പറഞ്ഞു. ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള പെരിന്തൽമണ്ണയിൽ 2021 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് നജീബ് കാന്തപുരം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. MLA ആയി 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒട്ടേറെ വികസന നേട്ടങ്ങളാണ് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കിയത്. ഈ ആത്മവിശ്വാസത്തിലാണ് ഈ 5 വർഷം അദ്ദേഹം പൂർത്തീകരിക്കുന്നത്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ? ഞാൻ എപ്പോഴും പ്രവർത്തിച്ചത് ജനങ്ങൾക്കിടയിലാണ്, ഏറ്റവും സാധാരണക്കാർക്കിടയിലാണ്. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പോലും ഞാൻ പ്രധാനമായി കാണാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായി കാണുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയണം. നമ്മൾ ജീവിച്ച കാലം, നമ്മൾ ജോലി ചെയ്ത കാലം, നമ്മൾ ജനപ്രതിനിധിയായിരുന്ന കാലം, ആ കാലം നമ്മൾ പ്രവർത്തിച്ച സ്ഥലത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ആ ഇമ്പാക്റ്റ് ബിൽഡിംഗ് 100% വിജയിപ്പിച്ചെടുക്കാൻ പെരിന്തൽമണ്ണയിൽ സാധിച്ചിട്ടുണ്ട്. അത് പെരിന്തൽമണ്ണയുടെ ജനങ്ങളുടെ ഗുണം കൂടിയാണ്. കാരണം അങ്ങനെ ഞാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് അവിടെ ലഭിച്ച വർദ്ധിച്ച സ്വീകാര്യത, അതുപോലെ തന്നെ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ അവിടുത്തെ പ്രധാന റോഡുകൾ മുഴുവനും നമ്മൾ ടാറിങ് പൂർത്തിയാക്കി, പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അവിടെ ഒരു മികച്ച വില്ലേജ് ഓഫീസ് വരാൻ പോകുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപൃതരായിട്ടുണ്ട്. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ CPMന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒരു മുതലാളിത്ത രാഷ്ട്രീയത്തിലേക്കും അവർ പൂർണ്ണമായിട്ടും ഒരു ജനവിരുദ്ധ രാഷ്ട്രീയത്തിലേക്കും അവരവരുടെ മാത്രം താല്പര്യത്തിലേക്കും മാറുമ്പോൾ ഞങ്ങളാണ് ആ വാക്കം ഫില്ല് ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിനൊത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കേരളമാകെ ആഞ്ഞടിക്കുന്ന ഒരു അലയൊലിയുണ്ട്. അത് UDFൻ്റെ തരംഗമാണ്. ആ തരംഗം തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടം? ഇപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന് പശ്ചാത്തല മേഖലയിൽ. ഇപ്പോൾ പശ്ചാത്തല മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, ഒന്ന് തൂത വെട്ടത്തൂർ റോഡ്, 17 കിലോമീറ്റർ വരുന്ന തൂത വെട്ടത്തൂർ റോഡ് പൂർണ്ണമായും BM&BC ചെയ്ത് നമ്മളത് ഗതാഗത യോഗ്യമാക്കി. അതുപോലെ പിന്നെ പെരിന്തൽമണ്ണ നഗരസഭ എന്നും ഗതാഗത വീർപ്പ് മുട്ടുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് MLA ഫണ്ടിൽ നിന്ന് മാത്രം 3.25 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു ബൈപ്പാസ് പുതുതായിട്ട് പിന്നെ ടൗൺ ഹാൾ കക്കൂത്ത് ബൈപ്പാസ് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. ഞാൻ MLA ആയി വരുന്ന സമയത്ത് ആദ്യത്തെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി ഇതേപോലെ മേലാറ്റൂരിലേക്കും അതുപോലെ പിന്നെ വണ്ടൂരിലേക്കൊക്കെ പോകുന്ന ചെമ്മാണിയോട് ബൈപ്പാസിൻ്റെ പ്രശ്നമായിരുന്നു. അന്ന് നടന്നു പോകാൻ പോലും പറ്റാത്ത ആ ബൈപ്പാസ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡായിരുന്നു മണലായ മുതുകുറിശി റോഡ്. ആ റോഡ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പരിമിതമായ വിഭവങ്ങൾ തന്ന് ഞങ്ങളെ ഇടതുപക്ഷം വീർപ്പ് മുട്ടിച്ചപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലെ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ആത്മവിശ്വാസം.
ബാക്കി വെച്ച കാര്യങ്ങൾ ഇപ്പം 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കില്ല, എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? അല്ല, അതിലേറ്റവും കൂടുതൽ എൻ്റെ സ്വപ്നം എന്താ വെച്ചാൽ സദ്ഗ്രാമം എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ SC വിഭാഗത്തിൻ്റെ ജീവിതം അത് വളരെ പാത്തറ്റിക്കാണ്. ഇപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ പോവാണ്. ഞാൻ അവർക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകൾ എണ്ണമറ്റതാണ് നിയമസഭയിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കോളനി എന്ന പേര് മാറ്റണം എന്ന് ബഹുമാന്യനായ അന്നത്തെ മന്ത്രി കെ രാധാകൃഷ്ണനോട് അഭ്യർത്ഥിക്കുകയും അത് നിയമസഭയിൽ കൊണ്ടുവരികയും ചെയ്തത്. അത് അദ്ദേഹം അവസാനം രാജിവെച്ച് പോകുമ്പോൾ ഒപ്പുവെച്ച ഫയൽ അതായിരുന്നു. ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് 358 കോളനികൾ എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ട്. അതെല്ലാം സദ്ഗ്രാമങ്ങളായി മാറുകയാണ്. അവിടെ 30 ദിവസം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ വെച്ച് സർവേ ചെയ്ത് ഞങ്ങളുണ്ടാക്കിയ ഒരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പുണ്ട്. അടുത്ത ഒരു 5 വർഷക്കാലം കൂടി MLA ആയി തുടരുകയാണെങ്കിൽ കേരളത്തിന് ഒരു ഷോക്കേസ് ചെയ്യാവുന്ന മോഡലായി നമുക്ക് കോളനികളെ മാറ്റുന്ന ഒരു യത്നം പൂർത്തിയാക്കണമെന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും വികസനം മാത്രമല്ല, ഒപ്പം രാഷ്ട്രീയം കൂടിയാണ്. എന്താണ് പെരിന്തൽമണ്ണയിലെ രാഷ്ട്രീയ കാലാവസ്ഥ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ ഇടതുപക്ഷ മനസ്സോടെ പ്രവർത്തിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്നത് മനുഷ്യപക്ഷമാണ്. ഇന്ന് CPM പൂർണ്ണമായും ആ മനുഷ്യപക്ഷത്ത് നിന്ന് മാറി അവരേറ്റവും വലിയ കോർപ്പറേറ്റ് പക്ഷത്തേക്കും സ്വന്തം താല്പര്യങ്ങളിലേക്കും പാർട്ടി രാജിലേക്കും പോകുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എന്നെ പിന്തുണക്കുന്ന ഒരുപാട് ഇടതുപക്ഷ മനസ്സുള്ള മനുഷ്യരുണ്ടാവും. കാരണം അവരുടെ അഭിലാഷങ്ങൾ കൂടി തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലാണ് ഞാൻ മുഴുകിയിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുന്നണികളെല്ലാം സ്ഥാനാർത്ഥികളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും പെരിന്തൽമണ്ണയിൽ താങ്കൾ തന്നെയാണ് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്നൊരു അഭിപ്രായം. എന്താണ് താങ്കൾക്ക് ഇതിനോട്? അല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്, തങ്ങൾ പ്രഖ്യാപിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം ഉറപ്പാണ്, എന്നോട് പാർട്ടി ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ സന്തോഷപൂർവ്വം പെരിന്തൽമണ്ണയിൽ മത്സരിക്കാനുള്ളത് മാത്രമേ പറയുള്ളൂ. എൻ്റെ ആഗ്രഹവും പെരിന്തൽമണ്ണയിൽ തുടരാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കളുടെ യാത്രയൊക്കെ തുടരുകയാണ്. VD സതീശനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവും ഒക്കെ ഇങ്ങനെ പല മേഖലകളിൽ നിന്ന് യാത്രകൾ നടത്തുകയാണ്. VD സതീശൻ്റെ പൊതുയുഗ യാത്ര ഇന്ന് വയനാട് ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. രാവിലെ മാനന്തവാടിയിൽ സ്വീകരണം നൽകും. 3 മണിക്ക് ബത്തേരിയിലും 4 മണിക്ക് കൽപ്പറ്റയിലും എത്തും. സംഘടനാ പ്രതിനിധികളുമായി പ്രതിപക്ഷ നേതാവ് ചർച്ചയും നടത്തുന്നുണ്ട്. UDFൻ്റെ അസോസിയേറ്റ് പാർട്ടിയായ JRPയുമായും ചർച്ച നടത്തിയേക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര മലപ്പുറം ജില്ലയിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. രാവിലെ 10-ന് കൊണ്ടോട്ടിയിൽ നിന്ന് ജാഥ ആരംഭിക്കും. ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം വണ്ടൂരിൽ യാത്ര അവസാനിക്കും. നാളെ മഞ്ചേരിയിൽ നിന്ന് യാത്ര തുടങ്ങി മങ്കട, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. ശനിയാഴ്ച വരെയാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. പൊതുപണി മുടക്കായതിനാൽ 12-ന് പര്യടനം ഉണ്ടാകില്ല. 13-ന് പാലക്കാട് ജില്ലയിലേക്ക് ജാഥ കടക്കും. ജോസ് കെ മാണി നയിക്കുന്ന LDFന്റെ ജാഥ ഇടുക്കി ജില്ലയിലാണ് പര്യടനം തുടരുന്നത്. ഇന്നലെ ജില്ലാ അതിർത്തിയായ മുണ്ടക്കയം 35-ാം മൈലിൽ ജാഥയെ സ്വീകരിച്ചു. വണ്ടിപ്പെരിയാറിലായിരുന്നു ആദ്യ പൊതുസമ്മേളനം. ഇന്ന് അടിമാലിയിൽ സൗഹൃദ സദസ്സ് ചേരുന്നുണ്ട്. സാംസ്കാരിക, സാമുദായിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നു. തുടർന്ന് അടിമാലി, ചെറുതോണി, തൊടുപുഴ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട്. നാഷണൽ ഫാമേഴ്സ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതായി പ്രസിഡന്റ് ജോർജ് മാത്യു പൊട്ടക്കുളം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ജനറൽ സെക്രട്ടറിയായി ജോമോൻ കെ ചാക്കോ, ട്രഷററായി ജോസഫ് മൈക്കിൾ, വൈസ് പ്രസിഡന്റുമാരായി MV മാണി, KD ലൂയിസ്, സെക്രട്ടറിയായി P ജോണിക്കുട്ടി എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മുൻ MPയും MLAയും AICC അംഗവുമാണ് പാർട്ടി അധ്യക്ഷൻ ജോർജ് മാത്യു. പരിപാടിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാനുള്ള ഒരു പരിപാടി ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. കർഷക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് കർഷക പ്രസ്ഥാനങ്ങളുണ്ട്. കോട്ടയം കച്ചേരിക്കടവിൽ നഗരസഭയുടെ റെസ്റ്റ് ഹൗസ് കെട്ടിടം ജീർണാവസ്ഥയിൽ. 2 കെട്ടിടങ്ങളിൽ ഒന്ന് 3 വർഷം മുമ്പ് പൊളിച്ചു നീക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് നടപ്പാക്കാനായില്ല. കൃഷി വകുപ്പിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന 2ാമത്തെ കെട്ടിടവും ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്.
ആളുകളുടെ സുരക്ഷയെ കരുതി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകണം എന്ന ആവശ്യമാണ് നഗരവാസികളും പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്നത്. കോട്ടയം പഴയ ബോട്ടിച്ചെട്ടിക്ക് സമീപം നഗരസഭയുടെ റെസ്റ്റ് ഹൗസായി പ്രവർത്തിച്ചിരുന്ന 2 കെട്ടിടങ്ങളാണ് ഉള്ളത്. ഒന്ന് 1960 നിർമ്മിച്ചതും മറ്റൊന്ന് 75 നിർമ്മിച്ചതും. അക്കാലഘട്ടങ്ങളിൽ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ളവർ നിത്യേന എത്തുകയും ഒത്തുകൂടുകയും ചെയ്തിരുന്ന സ്ഥലം കൂടിയാണിവിടം. എന്നാൽ കാലപ്പഴക്കത്തിൽ കെട്ടിടം ശോചനീയാവസ്ഥയിലായതോടെ കെട്ടിടങ്ങളിലൊന്ന് ഉപേക്ഷിച്ച നിലയിലായി. രണ്ടാമത്തെ കെട്ടിടത്തിൽ കൃഷിവകുപ്പിന്റെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. 2 കെട്ടിടങ്ങളിലും ആൽമരങ്ങളടക്കം പടർന്നു കയറി കെട്ടിടങ്ങളുടെ ബലക്ഷയത്തിന് കാരണമായിരിക്കുകയാണ്. 60 നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴാറായ സ്ഥിതിയിലായതോടെ 2022 കെട്ടിടം പൊളിക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇനിയും അത് നടപ്പായില്ല. അതുപോലെ ഏത് സമയവും അത് നിലംപൊത്താവുന്ന രീതിയിലാണ്, അപകട സൂചനയാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റടിച്ചാൽ പോലും ആ ബിൽഡിംഗ് വീഴുന്ന ഒരവസ്ഥ. ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ ആ ബിൽഡിങ്ങിലേക്ക് പടർന്നു കിടക്കുക. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി അടിയന്തരമായ നടപടി സ്വീകരിക്കണം. രണ്ടാമത്തെ കെട്ടിടത്തിൻ്റെയും തൂണുകളടക്കം അടർന്ന് ബലക്ഷയം നേരിടുന്നുണ്ട്. റെസ്റ്റ് ഹൗസ് മുറ്റമാകെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ തള്ളുന്ന സ്ഥലമായി മാറി. നഗരസഭയുടെ പഴകിയ വാഹനങ്ങളും ഉപയോഗശൂന്യമായ ട്യൂബ് ലൈറ്റുകളുമെല്ലാം ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ ലഹരി ഉപയോഗത്തിനും അനാശാസ്യത്തിനുമായി ആളുകൾ എത്തുന്നതായാണ് പരിസരവാസികളുടെ ആരോപണം. നഗരഹൃദയത്തിൽ തന്നെയുള്ള കെട്ടിടമായിട്ടും ഇവിടെ സുരക്ഷാ ജീവനക്കാരെ പോലും നിയോഗിച്ചിട്ടില്ല. കെട്ടിടം തകർന്നു വീണ് ആർക്കെങ്കിലും ജീവഹാനി സംഭവിക്കുന്നതിന് മുൻപ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നഗരവാസികൾ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കോട്ടയം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മിച്ച സിയാൽ എയ്റോ പാർക്കിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 36 ഏക്കറിൽ 100 കോടിയോളം രൂപ ചെലവഴിച്ചാണ് എയ്റോ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സിയാലിന്റെ സമ്പൂർണ്ണ ഏവിയേഷൻ ഇക്കോസിസ്റ്റമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 6 പദ്ധതികളുടെ പൂർത്തീകരണമാണ് നടന്നത്. ഏവിയേഷൻ സംബന്ധമായ അറ്റകുറ്റപ്പണികൾ, ട്രെയിനിംഗ്, ടെക്നിക്കൽ സപ്പോർട്ട് സർവീസുകൾ എന്നിവയ്ക്കായുള്ള പ്രത്യേക മേഖലയായാണ് എയ്റോ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും MRO വിഭാഗങ്ങൾക്കും പുറമെ 101 കോടി രൂപയുടെ പുതിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിമാന അറ്റകുറ്റപ്പണികൾ, പാർക്കിംഗ്, എഞ്ചിൻ സ്റ്റോറേജ്, ട്രെയിനിംഗ് ഹാളുകൾ, ക്ലാസ് റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പാർക്കിലുണ്ട്. കാലാനുസൃത മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏതൊരു വികസനത്തിന്റെയും വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു നാടിൻ്റെ വ്യവസായ സാമ്പത്തിക വളർച്ചയുടെ കരുത്തുറ്റ കേന്ദ്രമാണ് വിമാനത്താവളം. സിയാലിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വിമാനത്താവള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത 200 കോടി രൂപയുടെ പദ്ധതിയായ സിയാൽ 2.0 കഴിഞ്ഞ വർഷമാണ് നാടിന് സമർപ്പിച്ചത്. 36 ഏക്കറിൽ 100 കോടിയോളം രൂപ ചെലവഴിച്ചാണ് എയ്റോ പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായത്. IT പാർക്ക് ഉൾപ്പെടുന്ന 2ാം ഘട്ടവും എയ്റോ സിറ്റി ഉൾപ്പെടുന്ന 3ാം ഘട്ടവും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എയ്റോ പാർക്കിൽ പുതിയതായി ചേർത്ത 40,000 ചതുരശ്ര അടിയിൽ 30 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച CIASL ബിസിനസ് സെന്റർ, എയർ സൈഡ് ഓപ്പറേഷൻസിന്റെ സുരക്ഷയ്ക്കായുള്ള 13 കോടിയുടെ ടെക്നിക്കൽ സർവീസ് ഫെസിലിറ്റി, അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള 2 കോടി ചെലവിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ബ്രീത്തിംഗ് അപ്പാരറ്റസ് ട്രെയിനിംഗ് ഗാലറി എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. കൂടാതെ 45 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 3ാമത്തെ ഹാങ്ങറിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം വ്യോമയാന സുരക്ഷാ പരിശീലനത്തിനായി 8 കോടി രൂപയുടെ ഏവിയേഷൻ പ്രഷർ ഹെഡ് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി, ഇന്ത്യയിലാദ്യമായി ഒരു വിമാനത്താവളത്തിനുള്ളിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അണ്ടർ വാട്ടർ റെസ്ക്യൂ ട്രെയിനിംഗ് ഫെസിലിറ്റി എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. SIR നടപടികളൊക്കെ സംസ്ഥാനത്ത് പൂർത്തിയായി വരികയാണ്. അങ്ങനെ ആദ്യമായി ഈ നടപടികൾ പൂർത്തിയാക്കിയ ജില്ലയായി മാറുകയാണ് ആലപ്പുഴ. ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർണ്ണമായിട്ടുണ്ട്. അജയ് നാഥി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അജയ്, ഈ SIRമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ, അതിനുശേഷം അവസരങ്ങൾ, സമയപരിധി നീട്ടൽ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എല്ലാ നടപടികളും പൂർത്തിയാക്കി ആലപ്പുഴ ജില്ല ആദ്യ ജില്ലയായി മാറുകയാണ്. വിശദാംശങ്ങൾ.
അഖില, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ജില്ലയിൽ പൂർത്തിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. സംസ്ഥാനത്ത് തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ജില്ലയായതോടെ ആലപ്പുഴ മാറിയിരിക്കുകയാണ്. ജില്ലയിൽ നിന്ന് 16,16,561 വോട്ടർമാരാണ് SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ 14,71,150 വോട്ടർമാരെ 2002 SIR പട്ടികയുമായി ബന്ധപ്പെടുന്ന കാര്യം ഉണ്ടായിരുന്നു. ബാക്കിയായി ഉണ്ടായിരുന്ന 1,45,411 വോട്ടർമാരായിരുന്നു വിവരങ്ങളിലായിരുന്നു ഈ അവ്യക്തത ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകളെല്ലാം പരിശോധിച്ച ശേഷം 1,10,683 പേരുടെയും ഹിയറിംഗ് നടത്തുന്ന കാര്യമുണ്ടായി. ഇതിനുശേഷമാണ് ഇപ്പോൾ രേഖകൾ പരിശോധിച്ച് അവ അപ്ലോഡ് ചെയ്യുകയും നിലവിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ 16,12,110 വോട്ടർമാർ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മരിച്ചവരും താമസം മാറിയവരുമായി ഉൾപ്പെടെ 4,438 വോട്ടർമാരെയാണ് അസാധുവാക്കിയിട്ടുള്ളത്. അത് കൃത്യമായി ജില്ലയിൽ കളക്ടറുടെ നേതൃത്വത്തിൽ BLOമാർ ഒപ്പം BLO സൂപ്പർവൈസർമാരായിട്ടുള്ള വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം കൃത്യമായി എല്ലാ ആഴ്ചകളും വിളിച്ചു ചേർക്കുകയും ജനപ്രതിനിധികൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ യോഗം വിളിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്തുകൊണ്ടാണ് തരത്തിലേക്ക് ശ്രമകരമായ ഒരു ജോലി ജില്ലയിൽ പൂർത്തിയാക്കുന്നത്. ഇനി ഉള്ളത് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവരുടെ അതിനുള്ള സമയമാണ്. ഈ മാസം 21 വരെ അതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. അത് പുതുതായി പേര് ചേർക്കുന്ന വോട്ടർമാരുടെ കൂടെ പേരുൾപ്പെടുത്തിക്കൊണ്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 16,12,110 വോട്ടർമാർ ഈ SIRന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നിലവിൽ വോട്ടർമാരായി ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായൊരു ഏകീകരണം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. BLOമാർ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്ത് എല്ലാ ആഴ്ചകളിലും അത്തരത്തിലേക്ക് കൃത്യമായൊരു ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജില്ലയിൽ പൂർത്തീകരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യത്തെ ജില്ലയായി ആലപ്പുഴ മാറുന്നു. ശരി, അജയ് നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. SIRമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഇതെല്ലാം പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ മാറിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ED നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ED നോട്ടീസാണ് ജയറാമിന് ലഭിച്ചിട്ടുള്ളത്. AT അശ്വതി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അശ്വതി, നേരത്തെ ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലെത്തി SIT ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. ജയറാമിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ED, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ED അന്വേഷണം കൂടി നടക്കുന്നുണ്ടല്ലോ. ED അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? വിവരങ്ങൾ. അഖില, ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അതിൽ 12 പേർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിട്ടുള്ളത്. അതിൽ SITയുടെ ലിസ്റ്റിലുള്ള ആളുകളല്ലാതെ 9 പേർക്ക് ഇത്തരത്തിൽ സമൻസ് അയച്ചിട്ടുണ്ട്. ഈ കേസിന് പുറത്തു നിൽക്കുന്ന 9 പേർക്ക് അതിലൊരാളാണ് നടൻ ജയറാം. നടൻ ജയറാമിന് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ കൂടി ഒരു സൌകര്യം കണക്കിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ED ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കട്ടിലപ്പാടി അടക്കം ജയറാമിന്റെ വസതിയിൽ കൊണ്ടുവന്ന് പൂജിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ, വസ്തുക്കൾ പല ആളുകളുടെയും അടുത്ത് പ്രദർശനത്തിന് വെക്കുകയും അവിടെ പൂജ നടത്തുകയും ചെയ്ത് ആ രീതിയിൽ പണം സമാഹരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അത് നേരത്തെ തന്നെ അത് വ്യക്തമായിരുന്നു. SIT അന്വേഷണത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. അക്കാര്യത്തിൽ ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ രീതിയിൽ പണം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ്. അതിലാണ് ഇത്തരത്തിൽ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ജയറാം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ എന്തെങ്കിലും പണം നൽകിയിട്ടുണ്ടോ, ഈ കട്ടിളപ്പാളി വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നതിനും മറ്റുമായിട്ട് പണം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ജയറാമിനുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ശബരിമലയുടെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ ഇത്തരത്തിൽ പലയിടങ്ങളിൽ പോയി
പ്രദർശനം നടത്തുകയും അത് വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പണം സമാഹരണം പലപ്പോഴും നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്, എത്ര രൂപയാണ്, അത്തരം കാര്യങ്ങളിലേക്കുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഏതായാലും 12 പേർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിൽ 9 പേരെ SITയുടെ ലിസ്റ്റിൽ ഉള്ള ആളുകളല്ല, അവർ പുറത്തുള്ള ആളുകൾ. അതായത് ഇതിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകാനും അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലാണ് ജയറാം ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയായിരിക്കും ജയറാമിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. എന്തായാലും ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ് SITക്ക് ജയറാം നൽകിയിരിക്കുന്ന മൊഴി. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ജയറാമിന്റെ ചോദ്യം ചെയ്യലാണ്. ED ആണ് ജയറാമിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. പത്തനംതിട്ട സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കിരൺ, സജിൻ, പ്രഭോഷ് ഉൾപ്പെടെ 3 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇതിൽ 2 പേർ ബംഗളൂരുവിലേക്ക് കടന്നതായി സൂചനയുണ്ട്. കണ്ണൻ ദേവ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, ഈ 6 പേരാണ് ഈ കേസിൽ പ്രതികളെന്ന് ആദ്യ ദിവസം തന്നെ SP വ്യക്തമാക്കിയതാണ്. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. പ്രതികൾക്ക് ആവശ്യമായ സഹായമൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അഖില, ഈ കേസിൽ ഈ കൂട്ടബലാത്സംഗം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ കേസിൽ 3 പേർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ഇതിലെ ഒന്നാം പ്രതി സജിൻ, സുബിൻ അലക്സാണ്ടർ, അതുപോലെ മറ്റൊരു പ്രതിയുമാണ് ഇതിൽ ആദ്യം തന്നെ അറസ്റ്റിലായിട്ടുള്ളത്. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഒരാളെ ആലുവയിൽ നിന്ന് പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയെങ്കിലും ഈ 3 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ എവിടെയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവരെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിൽ കിരൺ, സജിൻ, പ്രക്ഷോഭ് എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിലും ഇനി അവിടേക്കുള്ള അന്വേഷണമൊക്കെ വീണ്ടും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ ഇന്നലെ ആണ് ഈ വരുൺകുമാറിനെ, ഇന്നലെ രാത്രിയിലാണ് ഈ വരുൺകുമാറിനെ അറസ്റ്റിലാവുന്നത്. അതായത് ആലുവയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. നേരത്തെ തന്നെ ഇവരെല്ലാം സംസ്ഥാനം വിട്ടുവെന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുവെന്ന് പോലീസ് തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ പ്രതികളെ ഇതുവരെയും ഈ ഒരാഴ്ചയായിട്ട് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഈ 1-ാം പ്രതിയും അതുപോലെ 2-ാം പ്രതിയും പിടിയിലായിട്ടുണ്ട്. ഇവർ റിമാൻഡിലാണ് എന്നുള്ളത് മാത്രമാണ് പോലീസിന് പറയാനുള്ളത്. ഈ കേസിൽ ഈ ബലാത്സംഗം നടത്തിയ 1-ാം പ്രതി കൂട്ടുനിന്നു എന്നാണ് മറ്റു പ്രതികളെ കുറിച്ച് പോലീസിന് പറയാനുള്ളത്. എന്നാൽ ഇവർക്ക് എല്ലാവരെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ശരി, കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ആ 3 പ്രതികളെ കൂടി കണ്ടെത്തിയതിനു ശേഷം അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. കാസർഗോഡ് വിദ്യാലയങ്ങളിൽ കുട്ടി പോലീസുകാർ കൂടാതെ ഇനി വെളുത്ത കോട്ട് ധരിച്ച് കുട്ടി ഡോക്ടർമാരും എത്തും. സഹപാഠികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക വിഷമങ്ങൾ എന്നിവ ചോദിച്ചറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുകയാണ് കുട്ടി ഡോക്ടർമാരുടെ ചുമതല. ആരോഗ്യ കേരളം RBSK നഴ്സുമാരാണ് കുട്ടി ഡോക്ടർമാരെ തെരഞ്ഞെടുക്കുന്നത്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് കുട്ടി ഡോക്ടർമാർക്കുള്ള പരിശീലനം നൽകുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ സഹപാഠികളെ കേൾക്കുകയും അവർക്കുള്ള പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയുമാണ് കുട്ടി ഡോക്ടർമാരുടെ മുഖ്യ ചുമതല. ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് വിവരം അധ്യാപകരെ അറിയിക്കും. പ്രശ്നം ഗുരുതരമാണെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ച് പരിഹാരം കാണും. ആരോഗ്യ കേരളം കൗമാര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ആരോഗ്യ ബ്ലോക്കിന് കീഴിൽ കുട്ടി ഡോക്ടർമാർക്കായുള്ള പരിശീലനം നടന്നു വരികയാണ്. പദ്ധതിയുടെ ഭാഗമായി പിയർ എഡ്യൂക്കേറ്റേഴ്സിന് യൂണിഫോം കോട്ട്, ബാഗ്, റഫറൽ ബുക്ക് എന്നിവ വിതരണം ചെയ്തു. നീലേശ്വരം ബ്ലോക്കിന് കീഴിലുള്ള 12 വിദ്യാലയങ്ങളിൽ ആദ്യഘട്ടത്തിൽ കുട്ടി ഡോക്ടർമാർ പ്രാക്ടീസ് തുടങ്ങും. അക്കാദമിയിൽ നമ്മള് പാരന്റ്സിനോട് സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് എന്റെ സാറിനോടാണ്. ജസ്റ്റ് ഫേസ് ഒന്ന് മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് കണ്ടെത്തിയിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഫുള്ള് ക്ലിയർ ആയിട്ട് ആള് പറയാണ്ട് ആള് ഒരു സാധനം നമുക്ക് പിന്നെ തുടങ്ങാൻ കഴിയില്ല. വർക്കൗട്ടിലേക്ക് ഇനി കടക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മള് അക്കാദമിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ
എല്ലാം തുറന്നു പറയാനും മൈൻഡില് ഒന്നിനോട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആരോഗ്യവും ആനന്ദവും ആരോഗ്യകരമായ ശീലങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യവും പരിസരവും തുടങ്ങിയ 8 വിഭാഗങ്ങളിലായി ആരോഗ്യരംഗത്തെ പ്രമുഖരുൾപ്പെട്ട സംഘമാണ് കുട്ടി ഡോക്ടർമാരെ പരിശീലിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കോട്ടയത്തെ പഴുക്കാനില കായലുമായി ബന്ധപ്പെട്ട് നേരത്തെ ബജറ്റിൽ പണം അനുവദിച്ച കാര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ പഴുക്കാനില കായൽ തെളിക്കുന്നതിനായി 103,72,00,000 രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. കോട്ടയം നഗരസഭയിലെ F ബ്ലോക്ക്, തിരുവാർപ്പ് പഞ്ചായത്തിലെ J ബ്ലോക്ക്, തിരുവായ്ക്കരി പാടശേഖരങ്ങളിലെ ചുറ്റുബണ്ടുകൾ 4 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനാണ് പഴുക്കാനില കായൽ അടിഞ്ഞുകൂടിയ ചെളി ഉപയോഗിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ മീനച്ചിലാറിൻ്റെയും കൊടൂരാറിൻ്റെയും പതനസ്ഥാനത്ത് രൂപപ്പെട്ട 1.62 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള തുരുത്ത് മാറ്റാനാകും. ഇതോടെ നദികളിലെ പ്രളയജലം വളരെ വേഗം ഒഴുകി വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പരിഹാരമായി ഈ 1.62 സ്ക്വയർ കിലോമീറ്റർ വീതിയും നീളത്തിലുമുള്ള ഒരു തുരുത്താണ് എടുത്ത് മാറ്റുന്നത്. ആ മുഴുവൻ ചെളിയും എടുത്ത് മാറ്റുന്നതിന് വേണ്ടി ആവശ്യമായ കട്ട കുത്തിയെടുത്ത് ഇടാനുള്ള സ്ഥലമാണ് J ബ്ലോക്കിലെ F ബ്ലോക്കിലെ തിരുവായ്ക്കരി പാടത്തെ ബണ്ട്. 25 കിലോമീറ്റർ ബണ്ടിന് ഫ്രീ സറണ്ടർ കിട്ടി. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു. മുമ്പ് അറബ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന പ്രദർശനമാണ് കൂടുതൽ വിപുലമായും ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ വർദ്ധിച്ച പങ്കാളിത്തത്തോടെയും വേൾഡ് ഹെൽത്ത് എക്സ്പോ എന്ന പേരിൽ അരങ്ങേറുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വേൾഡ് ഹെൽത്ത് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മേളയിലെ വിവിധ പവലിയനുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു. 180 രാജ്യങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട 4800 സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്നുള്ള 2 ലക്ഷത്തിലേറെ പേർ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിലും വിവിധ സമ്മേളനങ്ങളിലുമായി പങ്കെടുക്കും. ആരോഗ്യ മേഖലയിൽ ജോലി തേടുന്നവരുടെ സർട്ടിഫിക്കറ്റുകളുടെ സാധുത പരിശോധിക്കുന്ന ഡേറ്റ ഫ്ലോ ഉൾപ്പെടെയുള്ള കമ്പനികളും ആശുപത്രികൾക്ക് ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ സജീവ സാന്നിധ്യമാണ്. We make sure that these individuals, whether they're doctors, pharmacists, dentists, nurses, are fit to practice their profession. We verify their education, their experience. If anybody has any malpractice history, we verify all the elements that can give the confidence to the regulator or the Ministry of Health to make sure that these individuals are ready to serve patients. ആരോഗ്യ രോഗപ്രതിരോധ മേഖലയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളും നൂതന സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. UAE ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ആരോഗ്യ വകുപ്പുകളും വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് എക്സ്പോ നടക്കുന്ന ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത സ്നേഹം കൈമാറാൻ ഒരു കുഞ്ഞു പാവക്കുട്ടിക്ക് കഴിയുമെങ്കിലും പ്രിയപ്പെട്ടവർ അരികിലില്ലാത്ത നേരങ്ങളിൽ ഒരു സാന്ത്വനമായി, ഒരു തലോടലായി കൂട്ടിരിക്കാൻ പഞ്ഞിക്കെട്ട് പോലത്തെ ഈ സ്നേഹസമ്മാനത്തോളം മറ്റൊന്നില്ല. ടെഡി ഡേ. റോസാപ്പൂക്കൾക്കും ചോക്ലേറ്റിനും പ്രപ്പോസ് ദിനത്തിനും ശേഷം വാലന്റൈൻസ് വാരത്തിലെ 4ാം ദിനമാണിത്. പ്രണയത്തിന് എന്നും കളിച്ചിരികളുടെ ഒരു കുട്ടിത്തമുണ്ട്. ആ കുട്ടിത്തത്തെയും നിഷ്കളങ്കതയെയും ചേർത്തു പിടിക്കുന്നതാണ് ടെഡ്ഡി ഡേയുടെ സങ്കല്പം. എത്ര വലിയവരായാലും ഒരു പാവക്കുട്ടിയെ സമ്മാനമായി ലഭിക്കുമ്പോൾ മനസ്സിൽ വിരിയുന്ന ആ പുഞ്ചിരിക്ക് സ്നേഹത്തിന്റെ തിളക്കമുണ്ട്. ഓരോ ടെഡ്ഡി ബിയറും വെറുമൊരു കളിപ്പാട്ടമല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടവർ എപ്പോഴും സുരക്ഷിതരായിരിക്കണം എന്ന കരുതലിന്റെ അടയാളം കൂടിയാണ്. നിറങ്ങളിലും വലിപ്പത്തിലും വൈവിധ്യമാർന്ന ടെഡ്ഡികൾ ഇന്ന് വിപണിയിലുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ വികാരമാണ് പ്രധാനം. തനിക്ക് പകരക്കാരനായി തന്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ടവരുടെ മുറിയിൽ എന്നും കൂട്ടിരിക്കാൻ ഒരു പാവക്കുട്ടിയെ നൽകുന്നതിലൂടെ ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. സങ്കടങ്ങൾ വരുമ്പോൾ കെട്ടിപ്പിടിക്കാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും ഒരു ഹഗ്ഗബിൾ കൂട്ടുകാരനെ നൽകുന്ന പ്രണയത്തിന്റെ മനോഹര നിമിഷം. പ്രണയിതാക്കൾക്ക് മാത്രമല്ല കേട്ടോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മക്കൾക്കും ഈ ദിനത്തിൽ ടെഡ്ഡി ബിയറുകളെ സമ്മാനിക്കാം. ലോകത്തിനു മുഴുവൻ സ്നേഹത്തിന്റെ ആലിംഗനം നൽകുന്ന ഈ ദിനം ബന്ധങ്ങളിലെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കട്ടെ. കൈമാറുന്ന ഓരോ പാവക്കുട്ടിയും 1000 സ്നേഹ നിമിഷങ്ങളുടെ തുടക്കമാകട്ടെ. ന്യൂസ് ഡെസ്ക്.
അമൃത TV. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിൽ പ്രത്യേകിച്ചും US, യൂറോപ്യൻ വിപണികളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം, ഒപ്പം തന്നെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗവുമാണ് ഇപ്പോൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന ഫലം വളരെ മികച്ചതായതുകൊണ്ട് തന്നെ വലിയൊരു നേട്ടത്തിലാണ് ഓഹരിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അത് മൊത്തത്തിൽ ബാങ്കിങ് മേഖലയെ ആകെ ഒരു ഉണർവിലേക്ക് എത്തിക്കുകയും ബാങ്കിങ് സൂചി ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിക്ക് വളരെ പ്രോത്സാഹനജനകമായി തന്നെ തുടരുകയാണെങ്കിൽ അത് വിപണിക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ ആഗോള സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നുണ്ട്. ഇന്നലെയും മികച്ച തോതിലുള്ള നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നതാണ് വരും ദിവസങ്ങളിലും വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. സ്പാർക്ക് ഇന്റർനാഷണൽ സിംബോസിയത്തിന് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ തുടക്കമായി. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി, IIT കാൻപൂർ, മെൽബൺ സർവകലാശാല എന്നിവയുടെ സഹകരണത്തോടെയാണ് സിംബോസിയം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗവേഷണ മികവ് വർദ്ധിപ്പിക്കാൻ രാജ്യാന്തര സർവകലാശാലകളുമായി സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പാർക്ക് ഇന്റർനാഷണൽ സിംബോസിയത്തിന് അമൃതയിൽ തുടക്കം കുറിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് സിംബോസിയം സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സിംബോസിയത്തിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഖരഗ്പൂർ IIT കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറും സ്പാർക്ക് നാഷണൽ കോർഡിനേറ്ററുമായ ഡോക്ടർ രബിബ്രത മുഖർജി, IIT കാൻപൂർ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വർമ്മ, മെൽബൺ സർവകലാശാലയിലെ മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ റിച്ചാർഡ് സ്ട്രഗ്നൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അമൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, ലൈഫ് സയൻസസ് വിഭാഗം ഡീൻ ഡോക്ടർ ബിപിൻ ജി നായർ, ഫിസിക്കൽ സയൻസസ് വിഭാഗം ഡീൻ ഡോക്ടർ ഗീതാകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 6 സെക്ഷനുകളിലായി നടക്കുന്ന സിംബോസിയത്തിൽ മെൽബൺ സർവകലാശാല, വിവിധ IIT-കൾ, ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള 30-ലധികം വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. സിംബോസിയത്തിന്റെ ഭാഗമായി പ്രഭാഷണ പരമ്പരകൾ, ശാസ്ത്രീയ ചർച്ചകൾ, പോസ്റ്റർ പ്രദർശനങ്ങൾ എന്നിവയും അമൃതപുരി ക്യാമ്പസിൽ നടക്കും. അമൃത ന്യൂസ്, കൊല്ലം. With the crest held high, one more ball and we touch the sky. ഇന്ത്യ പാകിസ്ഥാൻ T20 ലോകകപ്പ് മത്സരം ബഹിഷ്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. ICC-യുമായുള്ള ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ നിലപാട് മാറ്റം. ഇതിനനുസരിച്ച് ലോകകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടം ഫെബ്രുവരി 15 തന്നെ നടക്കും. അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് PCB വ്യക്തമാക്കി. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് ടൂർണമെന്റിന്റെ വരുമാനത്തെ ബാധിക്കുമെന്നുള്ളതിനാൽ ICC കടുത്ത സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ചുമത്തിയിരുന്നു. തുടർന്ന് കൂടുതൽ ആവശ്യങ്ങളും ഉന്നയിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തി. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച PCB-യും BCB-യുമായും ICC പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ധാരാളം വാർത്തകളുടെ അപ്ഡേഷൻസ് ഇനി വരാനുണ്ടതൊക്കെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. ഒപ്പം പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകളിലാണ് ഇന്ന് എത്ര പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച് അദ്ദേഹം വിട പറഞ്ഞിട്ട് 16 വർഷം തികയുകയാണ്.